വെൽക്കം ടു സീക്രട്ട് PSC. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പുതിയ SCERT ചാപ്റ്റേഴ്സാണ്. ജിയോഗ്രഫിയുടെ ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പുതിയ SCERT കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ SCERT ക്ലാസ്സുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ SCERT ക്ലാസ്സുകളിൽ നിന്നും നന്നായി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പഴയ SCERT നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നുണ്ട്. PSC ആവർത്തിക്കുന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ അതിൽ നിന്നും നമുക്കിനിയും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ അതുമായിട്ട് SCERT ബേസ്ഡ് ആയിട്ടുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ഭാഗം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ജിയോഗ്രഫി ഭാഗമാണ് കേട്ടോ. നമുക്കറിയാമല്ലേ, ഇന്ത്യൻ ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഉത്തരപർവ്വത മേഖലയിൽ നിന്നും മരുഭൂമിയിൽ നിന്നും നദികളിൽ നിന്നൊക്കെ നന്നായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ ചോദ്യങ്ങളാണ് PSCയിൽ നിന്നും വരുന്നതെന്ന് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററാണ് ലോകത്തിൻ്റെ നെറുകയിൽ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ലോകത്തിൻ്റെ നെറുകയിൽ കുറച്ചും കൂടി വലിയ ചാപ്റ്ററാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. ആദിമകാലം മുതൽക്ക് പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സമൂഹ ശ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും മിശ്രിതമാണല്ലേ. സംസ്കാരം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഭാഷകൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും വൈവിധ്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും മിശ്രിതമാണ്. കാരണം എന്താണ്, പല സംസ്ഥാനങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും വന്നെത്തിയ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിൽ കഴിയുന്നുണ്ട്. അത് കാരണമാണല്ലേ പല ആൾക്കാരുടെയും ആചാരങ്ങളും ഓരോരുത്തരും ഡിഫറൻസ് ആണ്, ഓരോ ഡിഫറൻസ് കൾച്ചറാണ്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മിശ്ര സംസ്കാരമായിട്ട് മാറിയത്. ഓക്കെ, ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. ഭൂപ്രകൃതി എന്ന് പറയുന്നതിന് ഗണ്യമായ പങ്കുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭൂപ്രകൃതിയിലേക്ക് കടക്കാണല്ലേ ചെയ്യുന്നത്. വടക്ക് ഭാഗത്ത് വൻകോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖല, അതിന് തൊട്ട് താഴെയായിട്ട് തൊട്ട് തെക്കായിട്ട് ഫലഭൂയിഷ്ടവും വിശാലവുമായ സമതല പ്രദേശം, പടിഞ്ഞാറ് മരുപ്രദേശം, മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമി, കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഉത്തരപർവ്വത മേഖല, മഹാസമുദ്രങ്ങൾ, അതുപോലെ തന്നെ മരുഭൂമി, തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ എന്നിവയൊക്കെ ചേർന്നതാണ് നമ്മളുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യവും രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു. വൈവിധ്യങ്ങളേറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിൻ്റെ ഒരു നേർത്ത നൂല് കൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇവിടെ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഭൂപ്രകൃതി അതുപോലെ തന്നെ കൃഷിയൊക്കെ വേണ്ടോ ഈ ചാപ്റ്ററിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ താഴെ പറയുന്ന വിധം തരംതിരിക്കുന്നുണ്ട് അല്ലേ. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപങ്ങളും, അങ്ങനെ 5 ക്ലാസിഫിക്കേഷനാണല്ലേ വരുന്നത്. ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൗതിക ഭൂപടം എന്ന് പറയുന്ന ഒരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. അതിൽ നദികൾ നൽകിയിട്ടുണ്ട്. നദികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ പർവ്വത നിരകളാണ്. ഈ കാപ്പി കളറിൽ കാണിച്ചിരിക്കുന്ന വരകളൊക്കെ എന്താണ്? പർവ്വത നിരകളാണ്. അതുപോലെ തന്നെ 900 മീറ്ററിന് മുകളിലാണ് ഈ ഭാഗമൊക്കെ 900 മീറ്ററിന് മുകളിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ,
ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് എന്താണ് മനസ്സിലായത്? എവിടെ നിന്നാണ് വരുന്നത്? പാമീറിലെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന്. പാമീർ പർവ്വതക്കെട്ട് ഇവിടെ നൽകിയിട്ടുണ്ടല്ലേ. ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് എവിടെ നിന്ന് എവിടം വരെയാണ് പറഞ്ഞത്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും കിഴക്ക് പൂർവാഞ്ചൽ വരെ അല്ലേ. കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? പൂർവാഞ്ചലാണ്. അപ്പോൾ ഈ ഭാഗം വരെയാണ് എന്ത് വരുന്നത്? ഉത്തരപർവ്വത മേഖല വരുന്നത്. ഈ കാപ്പിക്കളർ നൽകിയിട്ടുള്ളതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, 2 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതമാണ്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതമാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും പൂർവാഞ്ചൽ വരെയാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഓക്കെ. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഈ പർവ്വത നിരകൾ എന്ന് പറയുന്നത്. പ്രായം കുറഞ്ഞതാണ്, പക്ഷെ എന്താണ്, ഉയരം കൂടുതലാണ്. നമ്മൾ പറഞ്ഞല്ലോ 900 മീറ്ററിൻ്റെ മുകളിലേക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എത്ര മീറ്റർ വരുന്നതെന്ന് നമ്മളിൽ പറയുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരം കൂടിയതുമാണ് ഈ പർവ്വതനിരകൾ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ എവിടെയാണ്? പടിഞ്ഞാറ് സിന്ധു നദി മുതൽ, പടിഞ്ഞാറ് എന്തുണ്ട്? സിന്ധു നദിയുണ്ട്. സിന്ധു നദി മുതൽ കിഴക്ക് എന്ത് വരെയാണ്? കിഴക്ക് ബ്രഹ്മപുത്ര വരെയാണ് അല്ലേ വ്യാപിച്ചു കിടക്കുന്നത് ഈ ഉത്തരപർവ്വത മേഖല. പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്, അവിടുത്തെ പർവ്വതനിരകൾ എന്ന് പറയുന്നത്. അതുപോലെ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ്. പിന്നെ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. എത്ര നീളത്തിലാണ്? 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ 2400 കിലോമീറ്റർ നീളത്തിലാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. അതിന് 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ഇത് ചോദിക്കാം. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഉത്തരപർവ്വത മേഖലയിലാണ് ഉയരമേറിയ കൊടുമുടി, ഹിമാനി, താഴ്വരകൾ എന്നിവ കാണപ്പെടുന്നത്. ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, 3ആയിട്ടാണ് തരംതിരിക്കുന്നത് ഉത്തരപർവ്വത മേഖലയെ. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. കിഴക്കൻ കുന്നുകൾ. ഇനി എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് മടക്ക് പർവ്വതങ്ങളാൽ രൂപം കൊണ്ടവയാണ്. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നു. മടങ്ങിയിട്ടില്ലേ? എന്താണ്? ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങിയിട്ട് ആണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. വലനം എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. വലനം എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഇങ്ങനെ മടങ്ങി വരുന്നതിനെയാണ് വലനം എന്ന് പറയുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹിമാലയം, ആൽപ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹിമാലയം, ആൽപ്സ് ആണ്. എന്താ പറയുക, ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിന്റും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഹിമാലയം, ആൽപ്സ് എന്ന് പറയുന്നത് മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നു. വലനം എന്ന പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടവയാണ്. ഇത് നമ്മൾ പറഞ്ഞു ഇതിന് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലേ. ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്ന് പറഞ്ഞ് 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഹിമാലയൻ പർവ്വതനിരകൾ ഭൂപ്രകൃതി വിഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. നോക്കിയേ, ഇതിലും ഈ റെഡ് കളറാണ് ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്, റെഡ് കളറാണ്. അതുപോലെ തന്നെ വയലറ്റ് കളറിൽ നൽകിയിട്ടുള്ളത് ഹിമാലയമാണ്. ബാക്കി പച്ച കളറിൽ നൽകിയിട്ടുള്ളതാണ് കിഴക്കൻ കുന്നുകൾ. ഈ ഭാഗമാണല്ലേ കിഴക്കൻ കുന്നുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയേ. കാരക്കോറാം, ലഡാക്ക്, സസ്കർ,
കാരക്കോറാം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. കാരക്കോറാം അതുപോലെ തന്നെ ലഡാക്ക്, സസ്കർ എന്നിവയാണ് എന്തിൽ വരുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. ഇനി ഹിമാലയത്തിൽ ഏതാണ് വരുന്നത്? ഹിമാദ്രി, ഹിമാചൽ അതുപോലെ തന്നെ സിവാലിക് കേട്ടോ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവയാണ് എന്തിൽ വരുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കാരക്കോറാം അതുപോലെ തന്നെ ലഡാക്ക്, സസ്കർ എന്നിവ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നു. ഇനി ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ ഹിമാലയത്തിൽ വരുന്നു. ഇനി കിഴക്കൻ കുന്നുകളിൽ ഏതൊക്കെയാണ് വരുന്നത്? കിഴക്കൻ കുന്നുകളിലെ ഗാസി, ഗാരോ, ജൈന്തിയ, നാഗ കുന്നുകളിലെ എന്തൊക്കെയാണ്? മേഘാലയയിലെ വരുന്നത് ഗാസി, അതുപോലെ തന്നെ ഗാരോ, ജയന്തിയ അതുപോലെ തന്നെ നാഗ കുന്നുകൾ എന്നിവയൊക്കെ എന്തിൽ വരുന്നവയാണ്? കിഴക്കൻ കുന്നുകളിൽ വരുന്നവയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എഴുതാനായിട്ട്. ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കാരക്കോറാം അതുപോലെ തന്നെ ലഡാക്ക്, കാരക്കോറാം, ലഡാക്ക്, സസ്കർ എന്നിവ ചേർന്നാണ് പറഞ്ഞു. ഇനി ഹിമാലയത്തിൽ ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ അതുപോലെ തന്നെ സിവാലിക് വന്നവയാണ്. കിഴക്കൻ കുന്നുകളിലെ നാഗ, ഗാസി, ഗാരോ, ജൈന്തിയ കുന്നുകളൊക്കെ കിഴക്കൻ കുന്നുകളിൽ വരുന്നവയാണ്. പർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകളും അവയുടെ സ്ഥാനവും മനസ്സിലാക്കിയല്ലോ. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഏറ്റവും വടക്ക് കാണപ്പെടുന്നത് ഏതാണ്? ട്രാൻസ് ഹിമാലയമാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഏറ്റവും വടക്ക് ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. ഈ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞത്? ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ഉണ്ട്. അപ്പോൾ ശരാശരി 3000 മീറ്റർ ഉയരമാണ് ട്രാൻസ് ഹിമാലയത്തിനുള്ളത്. ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറാം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ കാരക്കോറാം നിര അവിടെ നൽകിയിട്ടുണ്ടല്ലേ. കാരക്കോറാം നിര എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ പാമീർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ പാമീർ പർവ്വതക്കെട്ടുമായിട്ട് ഹിമാലയത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ കണ്ടില്ലേ. ഇതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ ട്രാൻസ് ഹിമാലയത്തിന് താഴെയായിട്ട് ഇങ്ങനെ സമാന്തര രേഖകളായിട്ട് കാണപ്പെടുന്നതിനെയാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത്. ആ 3 ചേർന്നിട്ടാണ് എന്ന് പറയുന്നത് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ ചേർന്നതാണ് ഹിമാലയം. ഓക്കെ, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ആണ് ഹിമാലയം. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു ഇതില്ലേ ടേബിൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഏതിൽ നിന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഹിമാലയത്തിൻ്റെയാണ്. ട്രാൻസ് ഹിമാലയം വരുന്നത്. ട്രാൻസ് ഹിമാലയം കിഴക്കൻ കുന്നുകളാണ് 3 വരുന്നത്. ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ് വരുന്നത്. ഇനി ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ആണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കേയുള്ളതോ അതുപോലെ തന്നെ ഗംഗാ സമതലത്തിന് അതിരായിട്ട് നിലകൊള്ളുന്നതുമായ സിവാലിക് നിര നമ്മൾ പറഞ്ഞാൽ തെക്കാണുള്ളത്. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത് ഏതാണ്? സിവാലിക് നിരയ്ക്ക് ഏകദേശം സിവാലിക്കിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ ഇതെന്ന് പറയുന്നത് ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത്. ഔട്ടർ ഹിമാലയം എന്ന് വെച്ചാൽ എന്താണ്? പുറമേയുള്ള ഭാഗമാണ് അല്ലേ. പുറമേയുള്ള ഭാഗത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഔട്ടർ ഹിമാലയത്തിന് പുറമേയുള്ള ഭാഗത്തെയാണ് ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നത്. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് സിവാലിക്കിന് വടക്കായിട്ട് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ അല്ലേ നമ്മൾ പറഞ്ഞു. സിവാലിക്കിൻ്റെ വടക്കതേ കാണുന്നില്ലേ, സിവാലിൻ്റെ വടക്കായിട്ടാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിമാചൽ എന്ന് പറയുന്നത് എത്രയും മുതലാണ് 3500 മുതൽ 4500 മീറ്റർ വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ലസ്റ്റർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിരയ്ക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ് വീതിയുള്ളത്. അപ്പോൾ ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്ന ഏതാണ്? സിവാലിക്കിന് വടക്കായി കാണപ്പെടുന്ന ഏതാണ്?
ഹിമാചലാണ് അല്ലേ, ആ ഒരു ഭാഗത്തെയാണെന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത് ലെസ്സർ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു ഔട്ടർ ഹിമാലയം പഠിച്ചു, അതുപോലെ തന്നെ ലെസ്സർ ഹിമാലയം അല്ലേ, സിവാലിക്കിൻ്റെ ഭാഗമൊക്കെയാണ് വരുന്നത് ഔട്ടർ ഹിമാലയത്തിൽ. സിവാലിക്കിന് തൊട്ട് മുമ്പായി കാണപ്പെടുന്ന ഏതാ പറഞ്ഞത് നമ്മെ ഹിമാചൽ അല്ലേ, ഹിമാചലിലാണ് നമ്മൾ ലെസ്സർ ഹിമാലയം എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി. ഇനി ഹിമാദ്രി എന്നറിയപ്പെടുന്നത് ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ഹിമാദ്രിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണിത്. ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വീതി. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. അപ്പോൾ എന്താ പറയുന്നത്, ഹിമാദ്രി എന്ന് പറയുന്നത് മഞ്ഞു അതായത് കൂടുതലും ഉയരത്തിലേക്ക് പോലെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തായാലും മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളായിരിക്കാം. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് ഈ നിരയിലായിരിക്കും. ആ ഒരു നിരയിൽ ഹിമാദ്രിയുടെ നിരയിലായിരിക്കും എന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ കൊടുമുടികളൊക്കെ കാണപ്പെടുന്നത്. കാരണം അതാണ് അത് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ ഏതാണ് പറഞ്ഞത് അവിടെ ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഹിമാദ്രിയാണ് എന്ന് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി എന്താണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വെച്ചാൽ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ഇതാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയുണ്ട്, അതുപോലെ തന്നെ ഏകദേശം 100 കിലോമീറ്റർ വരെ കനവൊക്കെ ഉള്ളതിനെ ശിലാമണ്ഡല ഫലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ഒക്കെ ആകാം. ഇനി നമുക്ക് ഹിമാലയത്തിൻ്റെ പിറവി എങ്ങനെയെന്ന് നോക്കാം. ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലേ ഹിമാലയം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റീസണാണ് പറയുന്നത്. ഭൗമശിലാപാളികളുടെ ചലനമാണ് ഇതിന് കാരണം. എന്താണ് ഭൗമശിലാപാളികളുടെ ചലനം അല്ലേ, ഭൗമശിലാപാളികളുടെ ചലനമാണ് ഈ ഹിമാലയം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ടെക്ടോണിക് എന്ന് പറയുന്ന ഒരു ഫലകം ഉണ്ട് കേട്ടോ. ഈ ടെക്ടോണിക് ഫലകം എന്ന് വെച്ചാൽ എന്താണ്, വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളെയാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അസ്തനോസ്ഫിയർ എന്ന് വെച്ചാൽ എന്താണ്, ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെയാണ് ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഭൗമശിലാപാളികളുടെ ചലനം മൂലമാണ് ഹിമാലയം എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അവിടെ ടെക്ടോണിക് ഫലകങ്ങളുണ്ട്, അതുപോലെ തന്നെ എന്താ പറഞ്ഞത് അസ്തനോസ്ഫിയർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. ഭൂമിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഭൂമിയുടെ ആന്തരപ്പാളികളും അകക്കാമ്പുകളും അസ്തനോസ്ഫിയറും എല്ലാം നമ്മൾ പഠിച്ചിട്ടില്ല, ലിത്തോസ്ഫിയറൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചാപ്റ്റർ കണ്ടിട്ടുള്ളവർ കാണുന്നതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു, അർദ്ധദ്രവാവസ്ഥയിൽ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകും. അങ്ങനെ ഉരുകി അർദ്ധദ്രവാവസ്ഥയിലാകും. അങ്ങനെ ഈ ഖരപദാർത്ഥം എന്ന് പറയുന്നത് എന്താണ്, അർദ്ധദ്രവാവസ്ഥയിലാകാണ്. അങ്ങനെ ഉരുകിയിട്ട് അർദ്ധദ്രവാവസ്ഥയിലാകുന്ന ഒരു ഇതിനെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അസ്തനോസ്ഫിയറിന് മുകളിൽ കൂടെ എന്ത് സഞ്ചരിക്കുകയാണ്, ടെക്ടോണിക് ഫലകങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടെക്ടോണിക് ഫലകം എന്ന് വെച്ചാൽ എന്താണ്, വൻകരയുണ്ടാവും സമുദ്രഭാഗമൊക്കെ ചേർന്നിട്ടുള്ള ഒരു ശിലാമണ്ഡലത്തെയാണ് എന്ന് പറയുന്നത് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. ഫലകചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്: സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. അപ്പോൾ എത്രയൊക്കെയാണ്, 3 ഫലക അതിരുകളാണുള്ളത്. ഏതൊക്കെയാണ്, സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇനി എന്താണ് സംയോജക സീമ എന്ന് പറയുന്നത്, ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളെയാണ് സംയോജക സീമ എന്ന് പറയുന്നത്. ഫലകങ്ങൾ തമ്മിൽ അടുക്കാണ്, സംയോജിക്കുകയാണ് അല്ലേ, അപ്പോൾ സംയോജക സീമ എന്ന് പറയും. വിയോജകം എന്ന് വെച്ചാൽ എന്താണ്, വിയോജിക്കുകയാണ് അല്ലേ, എതിർദിശയിലേക്ക് പോകാൻ. ഫലകങ്ങൾ തമ്മിൽ അകലാണ് ചെയ്യുന്നത്.
ഛേദകസീമ എന്ന് വെച്ചാൽ എന്താണ്? ഛേദിക്കുക, ഉരസി മാറ അല്ലേ? ഫലകങ്ങൾ തിരശ്ചീനമായിട്ട് ഉരസി മാറുന്ന അതിരുകളെയാണ് ഛേദകസീമ എന്ന് പറയുന്നത്. അപ്പോൾ സംയോജക സീമ എന്ന് വെച്ചാൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ, വിയോജക സീമ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾ, ഛേദകസീമ ഫലകങ്ങൾ തിരശ്ചീനമായിട്ട് ഉരസി മാറുന്ന അതിരുകൾ. ഓക്കെ, അപ്പോൾ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായിട്ട് ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളെയാണ് മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? നമ്മൾ ആദ്യത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? മടങ്ങിയിരിക്കുന്ന ഒരു പർവ്വതങ്ങളാണ് ഈ മടക്കു പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. വലനം സംഭവിക്കുന്ന മൂലമാണ് അതിന് ഇങ്ങനെ മടക്കു പർവ്വതങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വലനം സംഭവിക്കുന്നത് ഈ സംയോജക സീമകളിലെ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായിട്ടാണ് ശിലാപാളികൾക്ക് എന്ന് സംഭവിക്കുന്ന വലനം സംഭവിക്കുന്നത്. അങ്ങനെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയയും അൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വത രൂപം കൊണ്ടത്. അപ്പോൾ ഹിമാലയ പർവ്വത രൂപം കൊണ്ടതിന് പിന്നിൽ കുറേ കഥകളുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് പറയുന്നത് ഏകദേശം 150-160 ദശലക്ഷം മുമ്പൊക്കെ നമ്മൾ ഇന്ത്യ നിൽക്കുന്നതൊക്കെ എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അങ്ങനെ പിന്നീട് പതുക്കെ ഇങ്ങനെ വടക്കോട്ട് നീങ്ങുകയാണ്. അപ്പോൾ വടക്കോട്ട് നീങ്ങുമ്പോൾ അവിടെ എന്ത് ഫലകങ്ങളുണ്ടായിരുന്നു? 2 ഫലകങ്ങളിലെ അടിയത്തെ ഫലകം ഉണ്ടാകും, അതുപോലെ തന്നെ യുറേഷ്യൻ ഫലകം ആസ്ട്രേലിയൻ ഫലകം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഫലകങ്ങളായിട്ട് ഇങ്ങനെ നീങ്ങുമ്പോൾ ടെഡീസ് സമുദ്രത്തിന് അടുത്തിട്ട് മടങ്ങിയിട്ട് ഉയർന്നു എന്നൊക്കെയാണ് ഹിമാലയം രൂപപ്പെടുന്നതിന് കാരണമായിട്ടൊക്കെ പറയുന്നത്. അപ്പോൾ ഹിമാലയ പർവ്വത രൂപീകരണം നൽകിയിട്ടുണ്ട്. ടെഡീസ് ഇന്ത്യൻ ഫലകമുണ്ട്, യുറേഷ്യൻ ഫലകമുണ്ട്. ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകമുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വടക്കോട്ടും രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് സംഭവിക്കുന്ന ഒരു മടക്ക് സംഭവിക്കും. അങ്ങനെയാണ് ഹിമാലയ രൂപം കൊള്ളുന്നതെന്നൊക്കെ ഒരു പറയലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളാണ്. ഹിമാലയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വത നിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഹിമാലയത്തിൽ നിന്ന് നമുക്കറിയാലേ കുറേ നദികൾ ഉത്ഭവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് താഴ്വരകളൊക്കെ നിർമ്മിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വേർതിരിക്കുന്നത്. അങ്ങനെ ഹിമാലയത്തിൽ നിന്ന് വിളിക്കാം പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഹിമാലയത്തിൽ തന്നെ 3 ഉണ്ട് അല്ലേ? പടിഞ്ഞാറ്, കിഴക്ക്, മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഹിമാലയ നിരക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരം കാണിച്ചിട്ടുണ്ട് അല്ലേ? വെള്ളം ഒഴുകുന്നത് കാണിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് ഗിരികന്ധരങ്ങൾ എന്ന് വിളിക്കുന്നത്. നോക്കി, ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയിട്ടുള്ള താഴ്വരകളെയാണ് എന്ന് വിളിക്കുന്നത് ഗിരികന്ധരങ്ങൾ എന്ന് വിളിക്കുന്നത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വത നിരക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ സിന്ധു, അതുപോലെ തന്നെ ഗംഗ, സത്ലജ് നദികളൊക്കെ ഈ അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹിമാലയത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ, കിഴക്കൻ ഹിമാലയം, പടിഞ്ഞാറൻ ഹിമാലയം ഒക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ടല്ലേ? ഈ ഒരു ഭാഗത്തിന് ഹിമാലയത്തിൻ്റെ പല ഇതായിട്ടും ഡിവൈഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് വേർതിരിക്കുന്ന നദികളാണ് സിന്ധു, കാളി നദികളെ വേർതിരിക്കുന്ന ഹിമാലയം ഏതാണ്? പടിഞ്ഞാറൻ ഹിമാലയമാണ്. കാളി മധ്യ ഹിമാലയം, തീസ്ത, ബ്രഹ്മപുത്ര കിഴക്കൻ ഹിമാലയം. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുമ്പോൾ സിന്ധു, കാളി നദിയെ വേർതിരിക്കുന്ന ഹിമാലയ മേഖല പടിഞ്ഞാറൻ ഹിമാലയമാണ്. കാളി, തീസ്ത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ മധ്യ ഹിമാലയമാണ്. തീസ്ത, ബ്രഹ്മപുത്ര ആണെന്നുണ്ടെങ്കിലോ കിഴക്കൻ ഹിമാലയമാണ്. അപ്പോൾ സിന്ധു, കാളി, തീസ്ത, ബ്രഹ്മപുത്ര. സിന്ധു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പടിഞ്ഞാറ് ഹിമാലയം. അപ്പോൾ സിന്ധു, കാളി എന്നുള്ളത് കിട്ടും. ഇനി കാളി, തീസ്ത എന്ന് പറയുന്നത് മധ്യ ഹിമാലയത്താണ്. തീസ്ത, ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര നമുക്കറിയാം അസ്സാമിൻ്റെ ഭാഗത്താണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ കിഴക്കൻ ഹിമാലയമായിട്ടാണ് വരുന്നത്. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദീ താഴ്വര ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഹിമാലയത്തിനെ വേർതിരിക്കുകയാണല്ലേ?
ഓക്കെ, അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിന് കിഴക്ക് കാളി നദിയുണ്ട്. ഈ താഴ്വര ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ പടിഞ്ഞാറൻ ഹിമാലയത്തെ എന്തൊക്കെയായിട്ട് തന്നിരിക്കുന്നുണ്ട്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം, ആ പേരുകളിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ കാശ്മീർ ഹിമാലയം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്തെ ഏകദേശം 3.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശത്താണ് കാശ്മീർ ഹിമാലയം ഉള്ളത്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിൻ്റെ പ്രധാന പർവ്വതനിരകളാണ്. അപ്പോൾ മഞ്ഞുമൂടിയ നമുക്കറിയാമല്ലേ, കാശ്മീരിൽ മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ എന്നിവയൊക്കെ പർവ്വതനിരകളാണ്. അവിടുത്തെ പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പിർപ്പാഞ്ചൽ എന്നിവ. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. ചോദിക്കാറുണ്ട്. കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയാണ് മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റീൻ. ഓക്കെ, സിയാച്ചിൻ, ബോൽത്താരോ തുടങ്ങിയ ഇവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പോൾ ഹിമാനികൾ ഏതൊക്കെയാണ്? സിയാച്ചിനും ബോൽത്താരോ തുടങ്ങിയവയൊക്കെയാണ് ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികൾ. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, ജലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവൻ സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാക്കുന്നത് ഈ ഹിമാനികളാണ്. ആ പ്രദേശത്തെ ഹിമാനികൾ നമ്മൾ പറഞ്ഞ സിയാച്ചിനും ബോൽത്താരൊക്കെയാണ്. ഈ സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ജലം, രവി, ചിനാബ് എന്നീ നദികൾക്കൊക്കെ ഇത് നൽകുന്നത് വർഷം മുഴുവൻ സമൃദ്ധമായിട്ടുള്ള നീരൊഴുക്ക് സാധ്യമാക്കുന്നത്. പർവ്വതങ്ങളെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ് ഗതാഗതം സാധ്യമാക്കുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ചുരങ്ങൾ എന്ന് പറയുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കടക്കുവാനായിട്ട് സഹായകമായ ഇടങ്ങളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. പിർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകിയുള്ള ബനിഹാൽ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ് ജമ്മുവിനെ കാശ്മീരുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇനി സിയാച്ചിൻ ഹിമാനി പറയുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ഹിമാനിയാണ്. ഇനി ദാൽ തടാകം നൽകിയിട്ടുണ്ട്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ എന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകം ഏതാണ്? ദാലാണ്. ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകത്തിന് അരികിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണിത്. ദാൽ തടാകത്തിലെ ശിഖാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും, തോണികളിലെ വിപണികളെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. തോണികളിലുള്ള കടകളിലെ കാശ്മീർ ടൂറിസത്തിന് മുഖമുദ്രകളാണ്. ഓക്കെ, ഇനി ഗുൽമാർഗ് എന്ന് വെച്ചാൽ എന്താണ്? വേനൽക്കാലത്ത് എങ്ങനെയാണല്ലേ നന്നായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ടില്ലേ? മഞ്ഞുകാലത്ത് ഫുള്ള് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അപ്പോൾ പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മർഗുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് കാണപ്പെടുന്ന ഈ പുൽമേടുകൾ എന്ന് വിളിക്കുന്നു മർഗുകൾ എന്ന് വിളിക്കുന്നു. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടിപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഇവയിൽ ചിലതാണ്. സോൺമർഗും ഗുൽമർഗും ഒക്കെ ഇങ്ങനെ മഞ്ഞുകാലത്ത് സംഭവിക്കുന്നുണ്ട്. അവിടെ സ്കീയിങ്ങിനൊക്കെ പല വിനോദത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. മർഗുകൾ എന്നാണ് ഈ പുൽമേടുകളെ പറയുന്നത്. അപ്പോൾ കാശ്മീർ ഹിമാലയം എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഹിമാചൽ ഹിമാലയം. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗത്തെയാണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഈ പർവ്വത പ്രദേശത്തെ പ്രധാന നദികൾ ഏതാണ്? ചിനാബ്, രവി, ബിയാസ്. സിന്ധു നദിയുടെ പോഷക നദികളാണല്ലേ രവി, ബിയാസ്, ചിനാബൊക്കെ. ഈ 3 ഇവിടുത്തെ പ്രധാന നദികൾ. ഈ പ്രദേശത്തെ പർവ്വത നിരകളാണ് ദൗലാധർ, പിർപ്പാഞ്ചൽ എന്നിവയൊക്കെ ആ പ്രദേശത്തെ പർവ്വത നിരകളാണ്. പർവ്വത ഭാഗങ്ങളിൽ അനേകം ശുദ്ധജല തടാകങ്ങൾ കാണാം. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവയൊക്കെ ശുദ്ധജല തടാകങ്ങളാണ്. ചന്ദ്രതാലും സൂരജ് താലും.
ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ബാരാലാച്ചില ചുരവും കുളു താഴ്വരയെ ലാഹോൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരവുമാണ് ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. അപ്പോൾ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഏതൊക്കെയാണ്? ബനിഹാൽ ചുരം നമ്മൾ ഇവിടെ പറഞ്ഞു, കാശ്മീർ ഹിമാലയത്തിൽ പറഞ്ഞു അല്ലേ, കാശ്മീരും അതുപോലെ തന്നെ ജമ്മുവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബനിഹാൽ ചുരമാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ചുരം ഇവിടെ എന്താണ് പറയുന്നത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ചില ചുരമാണ്. ഹിമാചൽ പ്രദേശിനെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്ന ബാരാലാച്ചില ചുരമാണ്. കുളു താഴ്വരയിൽ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന റോഹ്താങ് ചുരമാണ്. കുളുവിനെ ലാഹുൽ സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നതൊക്കെ ബാരാലാച്ചില ചുരമാണ്. അതുപോലെ തന്നെ റോഹ്താങ് ചുരമുണ്ട്. അപ്പോൾ ചന്ദ്രതാൽ തടാകം നൽകിയിട്ടുണ്ട്, റോഹ്താങ് ചുരം നൽകിയിട്ടുണ്ട് അല്ലേ. ചന്ദ്രതാൽ തടാകം എന്ന് പറഞ്ഞു ശുദ്ധജല തടാകമാണെന്ന് പറഞ്ഞു. ഓക്കെ. കുളു, കംഗ്ര, ലാഹോൽ തുടങ്ങിയ മനോഹരമായ താഴ്വരകളും സുഖവാസ കേന്ദ്രങ്ങളായ ഷിംല, മണാലി എന്നിവയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടങ്ങളാണ്. ശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ചൂട് നീരുറവകൾ കാണപ്പെടുന്നുണ്ട്. ചൂട് നീരുറവകൾ ഏത് ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്? ഈ കുളു താഴ്വരയിലൊക്കെ അല്ലേ, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? ചൂട് നീരുറവകൾ കാണുന്നുണ്ട്. ഷിംല, മണാലിയൊക്കെ മഞ്ഞുകാല സമയത്ത് എല്ലാവരും പോകുന്നതാണ് അല്ലേ, ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ ഓൾറെഡി CRTയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. മഴവെള്ളം ഭൂമിക്കിടയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാക്കുന്നു. പർവ്വത രൂപീകരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനിടയിലെ ശിലാപാളികൾ ചൂടുപിടിച്ചു. അങ്ങനെ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുന്നു. ഇങ്ങനെ ചൂടുപിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവുകളായി എത്തുന്നതിനെയാണ് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്. ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ധാരാളം ചൂട് നീരുറവകൾ കാണാം. ഉദാഹരണം നുബ്ര താഴ്വര, മണീകരൺ, ഗീർഗംഗ. ചൂട് നീരുറവകളിൽ നിന്നുള്ള ഭൗമതാപോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും. ഹിമാചൽ പ്രദേശിലെ മണീകരൺ ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിലുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചൂട് നീരുറവകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? മഴവെള്ളം ഭൂമിക്കിടയിലേക്ക് ഇറങ്ങും. അത് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമാണ് ഈ മഴവെള്ളം എന്ന് പറയുന്നത്. അങ്ങനെ മാറാൻ ചെയ്യേണ്ടത്. നമുക്കറിയാം പർവ്വത രൂപീകരണം സംഭവിക്കും, അതിനുള്ളിൽ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, നന്നായിട്ട് താപം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ താപം കൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാവുന്ന മഴവെള്ളത്തിനും എന്ത് സംഭവിക്കുന്നു? ചൂടുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ആ നീരുറവകളെയാണെന്ന് പറയുന്നത് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്. അപ്പം അവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ മണീകരണം, ഗീർഗംഗ, നുബ്ര താഴ്വരയൊക്കെ എന്തായത് ഇങ്ങനത്തെ ചൂട് നീരുറവകളാണ്. അതിൽ നിന്നും എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മണീകരണമൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. മണീകരണം എന്ന് പറയുന്നത് ചൂട് നീരുറവയിൽ നിന്നും ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് ഉത്തരാഖണ്ഡ് ഹിമാലയം. നമ്മൾ എന്താണ് പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ ഏത് ഹിമാലയമായിരുന്നു? കാശ്മീർ ഹിമാലയം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയം ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? ഗുൽമാർഗിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അല്ലേ, ഗുൽമാർഗിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ഹിമാലയം, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോൾ ഹിമാചൽ ഹിമാലയം, പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയമാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാചൽ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറു ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് വെച്ചാൽ എന്താണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ തന്നെ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഗഡ്വാൾ ഹിമാലയം എന്നും അതുപോലെ തന്നെ കുമവൂൺ ഹിമാലയം എന്നും. പടിഞ്ഞാറ് ഭാഗമാണെങ്കിൽ ഗഡ്വാൾ ഹിമാലയം, കിഴക്കൻ ഭാഗമാണെങ്കിൽ കുമവൂൺ ഹിമാലയം എന്നറിയപ്പെടുന്നു. നന്ദാദേവി നമുക്കറിയാം അല്ലേ. നന്ദാദേവി, കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് തുടങ്ങിയ ഉയരമേറിയ കൊടുമുടികൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നന്ദാദേവിയൊക്കെ ഉത്തരാഖണ്ഡിലാണുള്ളത്. അപ്പോൾ ഉത്തരാഖണ്ഡിലുള്ള സ്ഥലങ്ങളായിട്ടുള്ള നന്ദാദേവി, കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ് തുടങ്ങിയ കൊടുമുടികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി, യമുനോത്രി തുടങ്ങിയ ഹിമാനികളും നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഏതൊക്കെയാണ്? ഗംഗോത്രി, യമുനോത്രിയാണ്. ആ ഹിമാലയങ്ങളും അതുപോലെ തന്നെ നൈനിതാൽ, ഭീംതാൽ തുടങ്ങിയ ശുദ്ധജല തടാകങ്ങളും ഈ മേഖലയിൽ ഉണ്ട്.
ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് ഡൂണുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഡൂണുകൾ എന്ന് വെച്ചാൽ എന്താണ്? ലെസ്സർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളെയാണ് ഡൂണുകൾ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ദേരാദൂൺ എന്ന് പറയുന്നതിൽ പ്രസിദ്ധമാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ ഒരു ദൂണുണ്ട് അല്ലേ, നിരപ്പായ ഒരു പ്രദേശമുണ്ട്, അതിനെയാണ് ദേരാദൂൺ എന്ന് പറയുന്നത്. ഇവിടങ്ങളിലെ ഉയർന്ന പർവ്വതച്ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ ബുഗ്യാൽ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു പുൽമേട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഉത്തരാഖണ്ഡിലെ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളെ ബുഗ്യാൽ എന്ന് വിളിക്കുന്നു. ശൈത്യകാലത്ത് മഞ്ഞിനടിയിലാകുന്ന ബുഗ്യാലുകൾ പലയിടങ്ങളിലും വിനോദസഞ്ചാരത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ദയാര ബുഗ്യാൽ, ഗോർസാൺ ബുഗ്യാലൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് ഗഡ്വാൾ മേഖലയിലെ ഒരു ബുഗ്യാൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഗഡ്വാൾ മേഖല എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഗഡ്വാൾ മേഖല പടിഞ്ഞാറ് ഭാഗത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഗഡ്വാൾ ഹിമാലയം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബുഗ്യാലും മാട്ടിടയന്മാരും. ഹിമാലയത്തിൽ ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ വൃക്ഷരേഖയ്ക്കും ഹിമരേഖയ്ക്കും ഇടയിൽ കാണപ്പെടുന്ന പുൽമേടുകളെ ഗഡ്വാൾ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് ബുഗ്യാൽ എന്നറിയപ്പെടുന്നത്. ശൈത്യകാലങ്ങളിൽ മഞ്ഞുമൂടുന്ന ബുഗ്യാലുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വരകളിൽ നിന്നും ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായിട്ട് ബുഗ്യാലുകളിലെത്തുന്നു. താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായി പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാല ആരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വരകളിലേക്കും തീരകി പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലിക ദേശാടനത്തെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്നറിയപ്പെടുന്നത്. അതായത് അവിടെ ബുഗ്യാൽ എന്ന് പറയുന്നത് ഉണ്ടല്ലേ. അപ്പോൾ ഈ മഞ്ഞുരുകാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് എന്തായി മാറും? നല്ല പുൽമേടായിട്ട് മാറും. അവിടെ പച്ചപ്പൊന്നും ഇല്ലാത്ത കാരണം വരേണ്ട സമയത്ത് അവിടെ പച്ചപ്പൊന്നും ഇല്ലാത്ത കാരണം ഈ ഒരു ഭാഗം ബുഗ്യാൽ എന്ന് പറയുന്ന ഒരു ഭാഗം ഈ ആട്ടിടയന്മാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഗമാണ്. അങ്ങനെ ഇവരിങ്ങനെ മാറുന്ന കാരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം ദേശാടനം പോലെ ചെയ്യുന്നതിനെയാണ് ട്രാൻസ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മധ്യ ഹിമാലയമാണ്. മധ്യ ഹിമാലയം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഭാഗം കഴിഞ്ഞു കേട്ടോ. ഇനി രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മധ്യ ഹിമാലയം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാളി നദി മുതൽ തീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. കാളി നദി മുതൽ തീസ്ത വരെയുള്ള ഹിമാലയ പ്രദേശത്തെയാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഈ മേഖലയാണ് കേട്ടോ. മധ്യ ഹിമാലയത്തെയാണ് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത്. ഭൂരിഭാഗവും നേപ്പാളിലായ കാരണമാണ് ഇതിനെന്നറിയപ്പെടുന്നത് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത്. മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വരുന്നത് ഈ മധ്യ ഹിമാലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളായ സിക്കിമും ഡാർജിലിംഗും മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റ് ആണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. നമുക്കറിയാം അല്ലേ, മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുലാ ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ മധ്യ ഹിമാലയത്താണ് എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നത്? കാഞ്ചൻജംഗ അല്ലേ, കാഞ്ചൻജംഗ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുലാ ചുരം, അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറയുന്നത്? സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യ ഹിമാലയത്തിലാണ്. കുതിച്ചൊഴുകുന്ന തീസ്ത നദിയും അതിൻ്റെ നദീതീര തട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞു ഇന്ത്യയിൽ ആ കൂടി കുറച്ച് ഭാഗം വരുന്നുള്ളൂ, കാരണം കുറച്ച് ഭാഗം പഠിക്കാനായിട്ടുള്ളൂ. സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് കുതിച്ചൊഴുകുന്ന തീസ്തയാണ്. നമുക്കറിയാം അല്ലേ, തീസ്ത എന്ന് പറയുന്നത് സിക്കിമിൻ്റെ ജീവരേഖ എന്നൊക്കെ അറിയപ്പെടുന്നത് തീസ്ത നദിയാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. അത് കാരണം ഡാർജിലിംഗ് എന്ന് പറയുന്നത് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഓക്കെ. നെക്സ്റ്റ് ആണ് കിഴക്കൻ ഹിമാലയം. കിഴക്കൻ ഹിമാലയം പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളായ കിഴക്കൻ ഹിമാലയം തീസ്ത നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു കിഴക്ക് ഹിമാലയം എന്ന് പറയുന്നത് തീസ്ത മുതൽ ബ്രഹ്മപുത്ര വരെയാണ് കാണപ്പെടുന്നത്. അസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ മേഖലയിലെ പ്രധാന കൊടുമുടി ഏതാണ്? നംച പർവ്വതയാണ്. കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുമുടിയാണ് നംച പർവ്വത എന്ന് പറയുന്നത്.
ബ്രഹ്മപുത്ര, കാമങ്, ലോഹിതി, സുബിൻസിരി എന്നിവയാണ് പ്രധാന നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ് പ്രധാന നദികൾ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില, അതുപോലെ തന്നെ ചുരങ്ങളാണ് പറയുന്നത്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ഏത് ചുരമാണ്? ബോംഡില ചുരമാണ്. മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങളാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില ചുരവും മ്യാൻമറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങളാണ്. നെക്സ്റ്റ് പൂർവാചൽ കുന്നുകളെ കുറിച്ചാണ് പറയുന്നത്. പൂർവാചൽ കുന്നുകൾ ബ്രഹ്മപുത്ര താഴ്വരയ്ക്ക് കിഴക്ക് ഹിമാലയ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളാണ് കാണപ്പെടുന്നത്. ഉയരം കുറഞ്ഞ കുന്നുകൾ എവിടെ തൊട്ട്? അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാചൽ കുന്നുകൾ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, ആ മാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂർവാചൽ കുന്നുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഖാസിഗാര, ജേനി കുന്നുകളൊക്കെ വരുന്നത് ഏത് ഭാഗത്തായിരുന്നു? പൂർവാചൽ കുന്നുകളിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് ഉയരം കുറഞ്ഞ സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമാണുള്ളത്. പട്കായ്ബം, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇതിലെ പ്രധാനപ്പെട്ടവ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അവിടുത്തെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ഭാഗം ചോദിക്കാറുണ്ട് കേട്ടോ. കിഴക്കൻ പൂർവാചൽ കുന്നുകളിൽ വരുന്നത് എന്താണ്? കുന്നുകളാണെന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കെല്ലാം കിട്ടും അല്ലേ. പട്കായ്ബം, നാഗ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകളൊക്കെ അതിൽ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഏതാണ്? മൗസിൻറാം ആണ് അല്ലേ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻറാം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർവാചൽ മേഖലയിൽ ഒരു കുന്നിൻ പ്രദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കി, മേഘാലയയിലെ വേര് കൊണ്ടുള്ള പാലം നൽകിയിട്ടുണ്ട് അല്ലേ. അതെന്താണ്? നദികൾ മുറിച്ചു കിടക്കുന്നതിനായിട്ട് മരങ്ങളുടെ വേരുകളാണ് നിർമ്മിച്ചത്. മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളുണ്ട്. ഈ പ്രദേശത്തെ മനുഷ്യർ പ്രകൃതിയോട് എത്രമാത്രം ഇണങ്ങിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്നും കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ചോദിക്കാറുണ്ട് കേബിൾ ചലിക്കുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. കേബിൾ ലംജാവയാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ലോക്തക്, മണിപ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ കേബിൾ ലംജാവോ ദേശീയോദ്യാനം തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപപ്പെടുന്ന തുരുത്തുകളാണ് പുണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യാവശിഷ്ടങ്ങളും അതുപോലെ തന്നെ എന്തുണ്ടാവും? മണ്ണുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന തുരുത്തുകളെയാണെന്ന് പറയുന്നത് പുണ്ടി എന്ന് പറയുന്നത്. സസ്യങ്ങളും ചെറുജീവികളും പക്ഷികളും അടങ്ങുന്ന തനത് ആവാസ വ്യവസ്ഥയായ ലോക്തക് തടാകത്തിലെ പുണ്ടികൾ ചേർന്നാണ് കേബിൾ ലംജാവോ ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അത് കാരണം തണ്ണീർത്തട സംരക്ഷണത്തിനുള്ള റാംസർ പട്ടികയിൽ കേബിൾ ലംജാവോ എന്ന് പറയുന്ന സ്ഥലം വന്നിട്ടുണ്ട്. അവിടെ എന്താണ്? പുണ്ടികളുണ്ട്. പുണ്ടികൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ മണ്ണും അതുപോലെ തന്നെ കുറച്ച് സസ്യാവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തടാകത്തിലൂടെ ഒഴുകുന്ന പോലെ തോന്നുന്നുണ്ട്. കാരണം തടാകത്തിലാണല്ലോ ഇത് നിൽക്കുന്നത്. അപ്പം അത് കാരണമാണ് ഒഴുകുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്ന പേര് വന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇത് വലിയൊരു ചാപ്റ്ററായ കാരണം നമ്മളൊരു ചെറിയൊരു പോർഷൻ എടുത്ത് തീർക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കാലാവസ്ഥ, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥ, മണ്ണ് എന്നീ നദികളൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.